നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ നമ്മളതിൽ ബോളിഞ്ചർ ബാൻഡ് വെച്ചുകൊണ്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോളിഞ്ചർ ബാൻഡ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പണ്ട് ബോളിഞ്ചർ ബാൻഡിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ് ബോളിഞ്ചർ ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോളിഞ്ചർ ബാൻഡ് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നല്ലൊരു അടിപൊളി ബോളിഞ്ചർ ബാൻഡ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. ഡേ ട്രേഡേഴ്സിനും സ്വിംഗ് ട്രേഡേഴ്സിനും ഒക്കെ ഒരുപോലെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. നേരെ വീഡിയോയിലേക്ക് എടുക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് കൃത്യമായിട്ടൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന പോലത്തെ ഈ ഒരു ചാർട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ രീതിയിലുള്ളൊരു പ്രൈസ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡാണ് എന്ന് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. ഒരു ഐഡിയൽ ആയിട്ടുള്ള അപ് ട്രെൻഡ് ആയാലും ഐഡിയൽ ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് ആയാലും അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. നമ്മളൊരു 20 പീരീഡ് SMA ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 20 പീരീഡ് സിമ്പിൾ മൂവിങ് ആവറേജ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ അതിന് മുകളിൽ കൃത്യമായിട്ട് ഈ രീതിയിൽ പോകുന്നതായിരിക്കും ഒരു അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന് താഴെ ഈ രീതിയിൽ പോകുന്നതായിരിക്കും ഒരു ഐഡിയൽ ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രെൻഡുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രേഡിങ് വളരെയധികം ഈസി ആയിട്ട് നടത്താനായിട്ട് പറ്റും. നമ്മളെപ്പോഴും ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്ന് പറയാറുള്ള പോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല നല്ല എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ബോളിഞ്ചർ ബാൻഡ് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ രീതിയിലുള്ള നല്ല നല്ല എൻട്രി ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, മാർക്കറ്റ് എപ്പോഴും കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡിലായിരിക്കില്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സമയം സൈഡ് വേസ് ആയിട്ട് അല്ലെങ്കിൽ കൺജസ്റ്റഡ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സമയങ്ങളുണ്ടായിരിക്കും. എന്നാൽ ആ ഒരു സമയം കഴിയുന്നത് തീർച്ചയായിട്ടും ഒരു ട്രെൻഡിലേക്കുള്ള ഒരു എൻട്രി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രെൻഡിൻ്റെ തുടക്കമായിട്ടായിരിക്കും ആ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സമയവും അല്ലെങ്കിൽ ആ സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻറ്റും അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ആദ്യം കൺജസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങളാണ്. ആ ഒരു ട്രെൻഡിൻ്റെ എൻഡിലായിരിക്കും നമ്മൾ നമ്മുടെ എൻട്രി ഓപ്പർച്യൂണിറ്റി കണ്ടെത്താനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബോളിഞ്ചർ ബാൻഡിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ആ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെ വലുതായിട്ടൊന്നും പറയുന്നില്ല, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്കിവിടെ 3 ലൈൻസ് ആണ് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുക. നമ്മൾ ഈ മുകളിലുള്ളതിനെ അപ്പർ ബാൻഡ് എന്നും താഴെയുള്ളതിനെ ലോവർ ബാൻഡ് എന്നാണ് പറയുക. ഇത് രണ്ടും 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആണ് ഈ 2 ലൈൻസ് വരുന്നത്. ഇതിൻ്റെ സെൻറ്ററിലുള്ള ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 പീരീഡ് സിമ്പിൾ മൂവിങ് ആവറേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് 3 ബോളിഞ്ചർ ബാൻഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ബോളിഞ്ചർ ബാൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ അപ്പർ ബാൻഡും ലോവർ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുന്തോറും അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കുറച്ച് ഇങ്ങോട്ട് ബാക്കിലേക്ക് പോയി കണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും, ഈ 2 ബാൻഡിൻ്റെയും ഗ്യാപ്പ് കൂടുന്തോറും ഇവിടെ ശക്തമായിട്ടുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 2 ബാൻഡിൻ്റെയും വിഡ്ത്ത് കുറയും തോറും പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. നമുക്കത് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വിഡ്ത്ത് കൂടിയും കുറഞ്ഞു നിൽക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ 20 പീരീഡ് സിമ്പിൾ മൂവിങ് ആവറേജും കൃത്യമായിട്ടുള്ള ട്രെൻഡ് നമുക്ക് കാണിച്ചു തരും. അതായത് ആ 20 പീരീഡ് മൂവിങ് ആവറേജ് ഏത് ഡയറക്ഷനിലേക്കാണോ പോകുന്നത്, ട്രെൻഡ് ആ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും. മുകളിലോട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു അപ് ട്രെൻഡ് ആയിരിക്കും, താഴോട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് ഈ കാര്യങ്ങൾ മാത്രം ഇപ്പോൾ മനസ്സിൽ വയ്ക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നമ്മുടെ എൻട്രി ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനായിട്ട് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ സൈഡ് വേസ് ആയിട്ട് അപ്പർ ബാൻഡും ലോവർ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിലാണ് നമുക്ക് നല്ല ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനായിട്ട് സാധിക്കുക. ബോളിഞ്ചർ ബാൻഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് ബോളിഞ്ചർ ബാൻഡ് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു അപ്പർ ബാൻഡിൽ എത്തുമ്പോൾ ഒരു ഷോർട്ട് പൊസിഷനും ഈ ഒരു ലോവർ ബാൻഡിൽ എത്തുമ്പോൾ ഒരു ലോങ് പൊസിഷനും, അതായത് അപ്പർ ബാൻഡിനെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടും ലോവർ ബാൻഡിനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ടും കണ്ടുകൊണ്ടാണ് പല ആളുകളും ട്രേഡ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. ഒരുപാട് പേർക്ക് പറ്റുന്ന മിസ്റ്റേക്ക് ഇത് തന്നെയാണ്. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഈ ഒരു ലോവർ ബാൻഡിനെയും അപ്പർ ബാൻഡിനെയും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് ആയിട്ട് എടുത്ത് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലോസുകൾ വരും. നിങ്ങൾ ജസ്റ്റ് ചാർട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഒരു അപ്പർ ബാൻഡിൽ ടച്ച് ചെയ്തു, അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. സോ പ്രൈസിന് താഴേക്ക് വരുമെന്ന്
വിചാരിച്ച് ഇവിടെ ഒരു ട്രേഡ് എടുത്തിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും വളരെ നല്ല ലോസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ഈ ഒരു ലോവർ ബാൻഡ് സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ലോങ് പൊസിഷൻ എടുത്ത ആൾക്ക് തീർച്ചയായിട്ടും ഇവിടെയും ഒരു ലോസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് അപ്പർ ബാൻഡും ലോവർ ബാൻഡും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുമെന്നുള്ള കാര്യം എല്ലായ്പ്പോഴും ബോളിഞ്ചർ ബാൻഡിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി തീർച്ചയായിട്ടും വേണം. നമ്മൾ ഈ ബോളിഞ്ചർ ബാൻഡിൻ്റെ വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ച്, ഈ അപ്പർ ബാൻഡിൻ്റെയും ലോവർ ബാൻഡിൻ്റെയും വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു 2 ഇൻഡിക്കേറ്ററും കൂടെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് BBW എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അതായത് ബോളിഞ്ചർ ബാൻഡ്സ് വിഡ്ത്ത് എന്നാണ് ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പേര്. ഓക്കെ, ആ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈനാണ്. ഈ ഒരു ലൈൻ എപ്പോഴും ഈ ഒരു താഴ്ഭാഗത്ത് കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോളിഞ്ചർ ബാൻഡിൻ്റെ വിഡ്ത്ത് കുറവായിരിക്കും, അപ്പർ ബാൻഡിൻ്റെയും ലോവർ ബാൻഡിൻ്റെയും വിഡ്ത്ത് കുറവായിരിക്കും, പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും നീങ്ങുന്നുണ്ടാവുക. ഇനി ഈ ഒരു BBW എന്ന് പറയുന്ന ഈ ഒരു ലൈൻ മുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വോളറ്റിലിറ്റി കൂടുകയാണ്, അതായത് ലോവർ ബാൻഡിൻ്റെയും അപ്പർ ബാൻഡിൻ്റെയും വിഡ്ത്ത് കൂടുകയാണെന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ബോളിഞ്ചർ ബാൻഡിൻ്റെ വിഡ്ത്തിനെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഈ BBW എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് അത്യാവശ്യമാണ്. ഈ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേറ്ററും കൂടി ആവശ്യമുണ്ട്. ആ ഇൻഡിക്കേറ്ററിൻ്റെ പേര് മണി ഫ്ലോ ഇൻഡെക്സ് എന്നാണ്. ഓക്കെ, MFI എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ മണി ഫ്ലോ ഇൻഡെക്സിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഞാനിതിൻ്റെ സെറ്റിങ്സിലേക്ക് പോവാണ്. സെറ്റിങ്സിലേക്ക് പോയിട്ട് ഞാനിവിടെ ഓവർ ബോട്ട്, മിഡിൽ ബാൻഡ്, ഓവർസോൾഡ് എന്ന് പറയുന്ന കുറച്ച് വാല്യൂസൊക്കെ ഉണ്ട്. ഇതെല്ലാം ഞാൻ 50 ആക്കി മാറ്റാണ്. ഓക്കെ, എല്ലാ വാല്യൂസും ഞാൻ 50 ആക്കാണ്. നമുക്ക് ഈ സെൻറ്ററിലുള്ള ഈ ലൈൻ മാത്രം മതി. അപ്പോൾ ഈ ഒരു സെൻറ്റർ ലൈനിന് താഴെയാണ് ഈ ലൈൻസ്, ഈ MFI ലൈൻ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡും, ഇതിന് മുകളിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു അപ്പ് ട്രെൻഡുമായിരിക്കും. എന്നാൽ സൈഡ് വേസ് ആയിട്ടുള്ള ഈ ഒരു ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും, ഈ ഒരു സെൻട്രൽ ലൈനിന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകുന്നത് കാണാനായിട്ട് പറ്റും. സോ നമ്മൾ അതല്ല എടുക്കുന്നത്. നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോളിഞ്ചർ ബാൻഡ് വിഡ്ത്താണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഈ ബോളിഞ്ചർ ബാൻഡ് വിഡ്ത്ത് മുകളിലേക്ക് പോകുമ്പോൾ ഈ മണി ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ ആ സെൻട്രൽ ലൈനിനെ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയായിരിക്കും നമ്മളൊരു എൻട്രി എടുക്കുന്നത്. കാണിച്ചു തരാം. നമുക്ക് ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോവർ ബാൻഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു BBW എന്ന് പറയുന്ന ലൈൻ മുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ BBW ലൈൻ മുകളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഈ അപ്പർ ബാൻഡ് ലോവർ ബാൻഡും തമ്മിൽ എക്സ്പാൻഡ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. അത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് കൂടാനായിട്ട് തുടങ്ങുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രൈസ് നല്ല രീതിയിൽ താഴോട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട് എന്നാണ്. ഇവിടെ മണി ഫ്ലോ ഇൻഡെക്സ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഒരു ക്രോസ് ഓവർ സംഭവിച്ച് ഇവിടെ താഴെയാണ് നിൽക്കുന്നത്. അതായത് ഒരു ഡൗൺ ട്രെൻഡ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. മാത്രമല്ല പ്രൈസ് ആക്ഷൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയനെ, പ്രൈസ് ഒരുപാട് തവണ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ലൈൻ എന്ന് പറയുന്നത്. ആ ലൈനിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വന്നിട്ടുള്ളതായിട്ട്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് അവിടെ സംഭവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു എൻട്രി എടുക്കുന്നത്, ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ BBW എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ മുകളിലേക്കാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് പ്രൈസും മുകളിലേക്ക് പോകണമെന്നില്ല. ഈ BBW എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ആകെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ ബോളിഞ്ചർ ബാൻഡ് തമ്മിലുള്ള വിഡ്ത്താണ്. അപ്പർ ബാൻഡും ലോവർ ബാൻഡും തമ്മിലുള്ള വിഡ്ത്ത് മാത്രമാണ് ഇത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകാനും താഴേക്ക് പോകാനും ചാൻസ് ഉണ്ട് ഈ ബോളിഞ്ചർ ബാൻഡ് മുകളിലേക്ക് പോകുമ്പോൾ. ഓക്കെ, അവിടെ വോളറ്റിലിറ്റി മാത്രമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് പൊസിഷനിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ATR ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ തൽക്കാലത്തേക്ക് ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് മുകളിലായിട്ട് ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നുണ്ട്. ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ഞാൻ നമ്മുടെ ടാർഗറ്റും സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് അവിടെ ഹിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ട്രേഡ് വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്കൊരു ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് ബോളിഞ്ചർ ബാൻഡ് സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റാം. ഇനി ഒരു ലോങ് പൊസിഷൻ ഏത് രീതിയിലാണ് എടുക്കുക എന്നുള്ള കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ട് ഒരു സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലേക്കും ഞാൻ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. BBW ഇൻഡിക്കേറ്റർ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മണി ഫ്ലോ ഇൻഡെക്സും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. മണി ഫ്ലോ ഇൻഡെക്സിൻ്റെ വാല്യൂസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ, ഒരു ലോങ് പൊസിഷൻ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കേണ്ടത്? ഈ ഒരു BBW എന്ന് പറയുന്ന ഈ ഒരു ലൈൻ മുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങണം. അതോടൊപ്പം തന്നെ മണി ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡിക്കേറ്ററിലെ ഈ ഒരു ലൈൻ
ഈ ഒരു സെൻട്രൽ ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏത് രീതിയിലാണ് ഇവിടെ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അപ്പർ ബാൻഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ബോളിഞ്ചർ ബാൻഡ് വിഡ്ത്തും കൂടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ബോളിഞ്ചർ ബാൻഡ് വിഡ്ത്തിൻ്റെ ആ ഒരു ലൈനും മുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ മണി ഫ്ലോ ഇൻഡെക്സിൽ ഇവിടെ മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു സെൻട്രൽ ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ലൈൻ മുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു എൻട്രി ക്യാൻഡിലായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കുകയാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ ATR ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയ്ക്ക് താഴെയായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നമുക്ക് വെക്കാം, നമ്മുടെ ടാർഗറ്റ് വെക്കാം. ഓക്കെ, ഇനി ഈ ട്രേഡ് ഏത് രീതിയിലാണ് പോയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ട്രേഡ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ബോളിഞ്ചർ ബാൻഡ് യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടുപിടിക്കാനും അതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കാം. സോ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. റിയൽ ആയിട്ടുള്ള ഫണ്ട് ഇടാതെ, റിയൽ ആയിട്ടുള്ള മണി ഇടാതെ നിങ്ങളൊരു ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നല്ല പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ നല്ല വിൻ റേറ്റ് കിട്ടും എന്ന് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് റിയൽ ആയിട്ടുള്ള മണി ഇട്ടുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നിങ്ങളുടെ ലൈക്കുകളായിരിക്കും. അടുത്തൊരു വീഡിയോ കാണാം.